Good morning, J traders. Welcome back to another video of pre-market analysis. നമുക്ക് നമ്മുടെ ഇന്നത്തെ ട്രേഡ് പ്ലാനും കാര്യങ്ങളൊക്കെ ഒന്ന് പറയുന്നതിന് മുമ്പായിട്ട് ഇന്നലെ പറഞ്ഞ ട്രേഡ് പ്ലാൻ എത്രത്തോളം മാർക്കറ്റ് വർക്കൗട്ട് ആയി അതിന്റെ റിവ്യൂ നോക്കിയിട്ട് നമുക്ക് ഇന്നത്തേക്ക് പോകാം. ഇന്നലെ നമ്മൾ യൂറോഎസ്ഡിയിൽ പറഞ്ഞ വ്യൂ ബെയറിഷ് ആയിരുന്നു. അതിന്റെ വൺ ഓഫ് ദ മെയിൻ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കീ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിട്ട് നമ്മൾ ഇന്നലെ നോക്കി, ഇന്നലെ അല്ല മിനിഞ്ഞാന്ന് മുതൽ നമ്മൾ നോക്കിയ ഒരു ഏരിയ ആയിരുന്നു ഈ ഒരു സോൺ, ഈ ഒരു ഏരിയ. ഇതൊരു നല്ലൊരു പ്രീമിയം ഏരിയ ആയിരുന്നു ഈ കാണുന്നത്. മിനിഞ്ഞാന്നത്തെ പ്രീ മാർക്കറ്റ് അനാലിസിസ് കാണാത്തവർ നമ്മുടെ യൂട്യൂബ് ചാനൽ ചെക്കൗട്ട് ചെയ്താൽ കാണാം. മിനിഞ്ഞാന്നത്തേലും ഇന്നത്തേലും ഞാൻ കീ ഏരിയ ആയിട്ട് പറഞ്ഞ ഈ രണ്ട് വീഡിയോസിൽ കേട്ടോ, ഈ രണ്ട് വീഡിയോസിന് കീ ഏരിയ ആയിട്ട് പറഞ്ഞ ഏരിയ ഇതായിരുന്നു. ഇവിടെ നിന്നായിരുന്നു ഞാൻ ഷോർട്ട് സെൽ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു വെച്ചത്. എക്സാക്ട്ലി അവിടെ നിന്ന് തന്നെയാണ് ഇപ്പോൾ മാർക്കറ്റ് ഒരു നല്ലൊരു സെല്ലിംഗ് ഓഫ് സെൽ ഓഫ് തന്നിരിക്കുന്നത് നമുക്ക്. ഓക്കെ, ഞാൻ റെക്കോർഡ് ചെയ്യുന്ന ടൈമിൽ ഈ ഒരു ഏരിയയിലായിരുന്നു മാർക്കറ്റ് ഉണ്ടായിച്ചത്. സോ ഞാൻ പറഞ്ഞത് ഇവിടെ നിന്ന് ഇനി ഷോർട്ട് സെൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഏരിയ വരെ, അതായത് ഈ ഒരു ലോ വരെ ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന, മിനിമം ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ട്രേഡ്സ് ഹോൾഡ് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സാക്ട്ലി അതുപോലെ തന്നെയാണ് ഇപ്പോൾ നടന്നേക്കുന്നത്. മാർക്കറ്റ് ഈ ഒരു ഏരിയ വരെ നമ്മൾ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതുപോലെ നമ്മൾ നോക്കി വെച്ച ടാർഗറ്റ് ഫൈനലി ഇന്നലെ അച്ചീവായി. സോ വാട്ട് ഈസ് നെക്സ്റ്റ്? ഇന്നത്തേക്ക് ഞാൻ അടുത്തതായിട്ട് ഞാൻ എന്താണ് യൂറോസിൽ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ മേ ബി ഇന്നൊരു ഇൻട്രാഡേ ബേസിസിൽ യൂറോസിൽ ബൈസ് തന്നെ ആയിരിക്കും ഞാൻ നോക്കണത്. ബട്ട് ഞാൻ അത്രയും ബുള്ളിഷ് അല്ല യൂറോസിൽ. എത്ര വേണ്ടുപോകണം ബുള്ളിഷ് കൺഫർമേഷൻസ് ഒന്നും ഇപ്പോൾ യൂറോസിൽ തന്നിട്ടില്ല. സോ മിക്കവാറും ഇന്നത്തെ ദിവസം യൂറോസിൽ നല്ല ട്രേഡുകൾ കിട്ടാനുള്ള പ്രോബിലിറ്റി കുറവായിരിക്കും. ഒരു ന്യൂട്രൽ വ്യൂവിലായിരിക്കും. നമുക്ക് ഓൾറെഡി ഈ ആഴ്ച നല്ലൊരു ട്രേഡ് യൂറോസിൽ കിട്ടി, മനസ്സിലായില്ലേ? നമ്മളെല്ലാ ദിവസവും ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് വെച്ചാൽ അറിയാലോ, ഇൻട്രാഡേ ട്രേഡിംഗ് ഇസ് നോട്ട് എവറി ഡേ ട്രേഡിംഗ്. സോ നമ്മളെല്ലാ ദിവസവും പറയണ പോലെ മാർക്കറ്റ് അതേപോലെ വർക്കൗട്ട് ആവണമെന്നില്ല. പക്ഷേ നമ്മൾ വർക്കൗട്ട് ആവുന്നതിൻ്റെ മാക്സിമം അഡ്വാൻറ്റേജ് എടുക്കുക എന്നുള്ളതാണ്. സോ നമ്മൾ മിനിഞ്ഞാന്ന് പറഞ്ഞത് ഇന്നലെ പറഞ്ഞ വ്യൂ പക്കയായിട്ട് വന്നിട്ട് ഇന്നത്തേക്ക് ടിൽ ദിസ് മൊമെൻറ്റ് ന്യൂട്രൽ വ്യൂ ആണ് യൂറോസിൽ. ബൈസ് ആണെങ്കിലും സെൽസ് ആണെങ്കിലും വേണ്ടുവോളം കൺഫർമേഷൻസ് ഒന്നും യൂറോസിൽ തന്നിട്ടില്ല. ഇൻ കേസ് ഇനി എന്തെങ്കിലും സോൺ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ള ഫ്രീ ടെലിഗ്രാം ഗ്രൂപ്പായ ഈ ഒരു ഗ്രൂപ്പിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും സോൺ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. സോ ജോയിൻ ചെയ്യാത്തവർ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. യൂട്യൂബിൻ്റെ ബയോയിൽ ലിങ്ക് ഉണ്ടാവുന്നതായിരിക്കും. ഓക്കെ, ഇതാണ് യൂറോസിലേക്കുള്ള എൻ്റെ വ്യൂ. ന്യൂട്രലാണ് വ്യൂ. നമുക്ക് അടുത്തതായിട്ട് ഡോളർ നോക്കാം. വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ ഡോളർ? ഡോളർ നമ്മൾ ബുള്ളിഷ് വ്യൂ ആയിരുന്നു പറഞ്ഞു വെച്ച്. അതിൻ്റെ വൺ ഓഫ് ദ മെയിൻ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അത്യാവശ്യം നല്ലൊരു ബൈ ആക്ഷൻ നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും എനിക്ക് ഒരു കാര്യം ഉറപ്പായിരുന്നു മിനിഞ്ഞാന്ന് മുതൽ ഈ ഒരു ബൈ സെയിൽ കുടിച്ച് എടുക്കും എന്നുള്ളത്. അത് ഇന്നലെ ഫൈനലി എടുത്തു. അത് നമ്മൾ ഇന്നലത്തെ മിനിഞ്ഞാന്നത്തെ പ്രീ മാർക്കറ്റ് അനാലിസിസ് വീഡിയോയിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോളർ അപ്പാകുമ്പോൾ എന്താണ് നമ്മൾ യൂറോഎസ്ഡി ഷോർട്ട് ആയിരിക്കും വരിക. അത് എക്സാക്ട്ലി അതേപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. സോ നമ്മുടെ യൂറോഎസ്ഡിയുടെ ഡോളറിലും വ്യൂ എക്സാക്റ്റ് ആയിരുന്നു, കറക്റ്റ് ആയിരുന്നു. സോ വാട്ട് ഈസ് നെക്സ്റ്റ്? അടുത്തതായിട്ട് ഡോളർ ഞാൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്യണത് ബുള്ളിഷ് ആയിട്ടുള്ള വ്യൂ തന്നെയാണ്. എനിക്ക് ബെയറിഷ് ആവാൻ മാത്രം റീസൺസ് ഒന്നും ഇപ്പോൾ തൽക്കാലം ഡോളറിൽ കിട്ടിയിട്ടില്ല. ഐ ആം സ്റ്റിൽ ബുള്ളിഷ് ഓൺ ഡോളർ. അടുത്തതായിട്ട് ഞാൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നത് ഈ ഒരു ഏരിയ, അതായത് ഏകദേശം ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഈ ഇവിടെ നല്ലൊരു ഡിസ്കൗണ്ട് ഏരിയ ഉണ്ട്. ഈ ഒരു ഡിസ്കൗണ്ട് ഏരിയ എന്നായിരിക്കും ഞാൻ അടുത്തതായിട്ട് നല്ല ബൈസ് ചെയ്യാൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്യണത്. സോ ഇവിടെ ബയ്യേഴ്സ് ഇനി കിക്കനായി കഴിഞ്ഞാൽ യൂറോസിറ്റി നമുക്ക് ഷോർട്ട് ചെയ്യാവുന്നതാണ്. മനസ്സിലായി? നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും മാർക്കറ്റ് ടേൺ ഔട്ട് ചെയ്യാന്നുള്ളത്. ഈ ഒരു ഏരിയ ഞാൻ ക്ലോസ്ലി വാച്ച് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു ഏരിയ, ഓക്കെ, ഈ ഒരു ഏരിയയിലായിരിക്കും അടുത്തായിട്ട്, ഈ നല്ലൊരു ഡിസ്കൗണ്ട് ഏരിയയിലായിരിക്കും ഞാൻ അടുത്തായിട്ട് ഡോളറിൽ ബൈസ് വന്നത്. സോ അങ്ങനെ ഡോളറിൽ ബൈയേഴ്സ് കിക്കിനായി യൂറോസിറ്റിലും സെല്ലേഴ്സും അവിടെ ഒരു പ്രീമിയം വരയിൽ ക്ലിക്ക് ചെയ്യാനാവുകയാണെന്നുണ്ടെങ്കിൽ യൂറോസിറ്റി നമുക്ക് ഡെഫിനറ്റ്ലി ഷോർട്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് ഫൈനലി ഗോൾഡിൽ ഞാൻ ഇന്നലെ പറഞ്ഞ വ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബെയറിഷ് ആയിരുന്നു. ഈ ഒരു നല്ല സെൽ ഓഫ് തന്നെയായിരുന്നു വൺ ഓഫ് ദ മെയിൻ റീസൺ. നമ്മൾ ഈ ഒരാഴ്ച തുടങ്ങിയപ്പോൾ മുതലേ ഗോൾഡിൽ ബെയറിഷ് വ്യൂ ആയിരുന്നു. നമ്മൾ പറഞ്ഞ മിനിമം ടാർഗറ്റ് ഈ ഒരു സെൽ ലിക്വിഡിറ്റി ആയിരുന്നു. ഈ ഒരു സെൽ ലിക്വിഡിറ്റി എടുക്കുന്നതായിരുന്നു തിങ്കളാഴ്ച മുതൽ പറഞ്ഞു വെച്ചത്. ആൻഡ് ഫൈനലി ഇന്നലെ ചൊവ്വാഴ്ച തന്നെ അതിൻ്റെ സെൽ ലിക്വിഡിറ്റി ഇന്നലെ എടുത്തു. ഇന്നലെ ആ സെൽ ലിക്വിഡിറ്റി എടുത്തതിന് ശേഷമാണ് മാർക്കറ്റിൽ പീക്കാണെന്ന ബൈ ആക്ഷൻ നടന്നേക്കുന്നത്. സോ വാട്ട് ഈസ് നെക്സ്റ്റ്? അടുത്ത ഗോൾഡിൽ ഞാൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന വ്യൂ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ എം സ്റ്റിൽ ബെയറിഷ് ഓൺ ഗോൾഡ്. ബുള്ളിഷ് ആവാൻ മാത്രം റീസൺസ് ഒന്നും ഗോൾഡ് ഇതുവരെ തന്നിട്ടില്ല. നമുക്ക് നോക്കാം എന്തായിരിക്കും. എനിക്കിപ്പോൾ കറക്റ്റായിട്ടൊരു സോണൊന്നും അപ്ഡേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല ഗോൾഡിൽ. ഇന്നലെ ഞാനൊക്കെ പറഞ്ഞതുപോലെ ഒരു പ്രോപ്പർ സോണും ഷോർട്ട് സെല് ചെയ്യാനാണെങ്കിലും ബൈ ചെയ്യാനാണെങ്കിലും ഒന്നും ഗോൾഡിൽ കിട്ടിയിട്ടില്ല. ഈ ഒരു ഏരിയ മേ ബി സെല്ലേഴ്സ് സ്റ്റെപ്പിനാവണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ ഞാൻ ക്ലോസ്ലി വാച്ച് ചെയ്യാനായിരിക്കും. ഈ ഒരു ഏരിയ സെല്ലേഴ്സ് സ്റ്റെപ്പിനായി കഴിഞ്ഞാൽ ഗോൾഡിൽ വീണ്ടും ഷോർട്ട് ഓപ്പർച്യൂണിറ്റീസ് വരും. ഞാൻ എന്തായാലും അൾട്ടിമേറ്റ്ലി ബെയറിഷ് തന്നെയാണ്. ബുള്ളിഷ് ആവാൻ മാത്രം റീസൺസ് ഒന്നുമില്ല. ഇനി അടുത്തായിട്ട് ഷോർട്ട്സ് എനിക്ക് നല്ല പ്രീമിയം അറേസിൽ നിന്ന് ഇവിടെ നിന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെൽ ലിക്വിഡിറ്റി ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഈ ഒരു സെൽ ലിക്വിഡിറ്റി ആയിട്ട് ഞാൻ പറയുന്നില്ല, ഈ ഒരു സോണ്, ഈ ഒരു ഡിസ്കൗണ്ട് സോൺ, ഇതൊരു നല്ലൊരു ഡിസ്കൗണ്ട് സോണാണ്. ഈ ഒരു ഡിസ്കൗണ്ട് സോണ് ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും എൻ്റെ ഗോൾഡിലുള്ള അടുത്ത ഷോർട്ട് സെല്ലൊക്കെ വരിക. ഷോർട്ട് സെല്ലേഴ്സ് ഇവിടെ ഈ പറയുന്ന പ്രീമിയം അറയിൽ കിക്കനാവുകയാണെന്നുണ്ടെങ്കിൽ മാത്രം. സോ ഇൻ കൺക്ലൂഷൻ, ഐ എം ബെയറിഷ് ഓൺ യൂറോസിറ്റി ആൻഡ് ഗോൾഡ് ആൻഡ് ഐ എം ബുള്ളിഷ് ഓൺ US ഡോളർ. നമുക്ക് ഇന്നത്തെ ന്യൂസും കാര്യങ്ങളും നോക്കാം. ഇന്ന് September 4th ആണ്, വെനസ്ഡേ.
ഇന്ന് US$ ന്യൂയോർക്ക് ടൈം 10 മണി, രാവിലെ 10 മണി, അതായത് ഇന്ത്യൻ ടൈം പറയുമ്പോൾ ഏകദേശം വൈകിട്ട് 7:30 7:30 ഈവനിങ് ടൈമിന്, ഈ 7:30 PM ഒരു JOLTS ജോബ് ഓപ്പണിങ്സ് ഉണ്ട്. അത് അത്യാവശ്യം മൊമെൻ്റ് ഉണ്ടാക്കാൻ ചാൻസ് ഉള്ളൊരു ന്യൂസ് ആയിരിക്കും. ഞാൻ പേഴ്സണലി ഹയർ ടൈം ഫ്രെയിം പെർസ്പെക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഹോൾഡ് ചെയ്യും. അല്ല, ഇൻ കേസ് ലോ ടൈം ഫ്രെയിമിലാണ് എൻ്റെ SL കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പാർഷ്യൽ ചെയ്തിട്ടായിരിക്കും ഞാൻ പോവുക. ഞാൻ എന്തായാലും എൻ്റെ ഫുൾ പൊസിഷൻ ഹോൾഡ് ചെയ്യില്ല ഈ ഒരു ന്യൂസിന് വേണ്ടി. കാരണം ഇൻ കേസ് നമ്മുടെ വ്യൂ റോങ് ആയി പോയി കഴിഞ്ഞാൽ, SL അടിച്ച് കഴിഞ്ഞാൽ സ്ലിപ്പേജിലൂടെ അക്കൗണ്ടിൽ നമുക്ക് വലിയ ലോസസ് വരും. സോ ദാറ്റ്സ് ഫോർ ടുഡേ. ICT മലയാളത്തിൽ പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ നമ്മുടെ യൂട്യൂബ് ചാനലിലെ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഇതിൽ ICT കൺസെപ്റ്റ്സ് മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ലേണിംഗ് സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കറൻലി 13 എപ്പിസോഡ്സ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ട് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ നമ്മുടെ ടെലിഗ്രാമിൽ DM വന്ന് ചോദിച്ചാൽ മതി. പബ്ലിക്കിന് വേണ്ടിയുള്ള ചാനൽ ഗ്രൂപ്പൊക്കെ ഉണ്ട്, അതിൽ വന്ന് ചോദിച്ചാൽ മതി. നമ്മൾ ഡെഫിനറ്റ്ലി റീപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ദാറ്റ്സ് ഫോർ ടുഡേ. അടുത്ത പ്രീ മാർക്കറ്റ് അനലൈസ് ആയിട്ട് നാളെ കറൻസി പിപ്സ് വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ. സൈനിങ് ഓഫ് ഹൗസ് ഫ്രം കറൻസി പിപ്സ്.